ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മച്ചുവിൻ്റെ ചേച്ചീൻ്റെ കല്യാണത്തിൻ്റെ പരിപാടിക്കാണ് പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മളെന്തായാലും ഓൺ ടൈമിൽ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. അപ്പോൾ നേരെ കയറി ചെല്ലിട്ട് തന്നെ നമ്മൾ ചെക്കൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവനെ കണ്ടാൽ തോന്നുന്നു ഇവൻ്റെ കല്യാണമാണ്. അതേപോലത്തെ ലുക്കിലാണ് ചെങ്ങായി ഇവിടെ നിൽക്കുന്നത്. സംഭവം എന്താ വെച്ചപ്പോൾ കുറച്ച് തിളങ്ങി കളറായി നിൽക്കട്ടെ എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ കേസ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അകത്തോട്ട് കയറി. അപ്പോൾ അതാ കല്യാണത്തിൻ്റെ മെയിൻ ആളിവിടെ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. അത് ഞങ്ങൾ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഇങ്ങനെ ഫോൺ കളിച്ചിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചപ്പോൾ പറഞ്ഞ് നമ്മളൊരു മച്ച് വിളിച്ചതാണ്, ആളെ കാണിച്ചു തരാം. കേസ് ഇപ്പോൾ ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ നമ്മളെ ചെക്കൻ ദുബായിൽ നിന്ന് വിളിച്ച് കല്യാണത്തിൽ പങ്കെടുക്കാനാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടി പിടിക്കാൻ പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കൽ തന്നെയാണ്. അങ്ങനെ ഒരു പ്ലേറ്റ് ഫുഡ് എടുത്ത് ഇനിയിപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടികൾ പിടിക്കാൻ. അപ്പോൾ എല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതാണ് നമ്മൾ കല്യാണ പെണ്ണ്. അങ്ങനെ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്കിനിപ്പോൾ നേരെ പോയിട്ട് സ്റ്റേജിൽ കയറി ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം. അങ്ങനെ ഫോട്ടോ എടുക്കാൻ നേരെ കയറി ചെന്നുണ്ട്. അപ്പോൾ എടുത്ത ഫോട്ടോ ഞാൻ പിന്നെ എപ്പോഴും കാണിച്ചിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞ് പുറത്തിറങ്ങിപ്പോൾ വേറെ കാര്യം കണ്ട് നേരത്തെ നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ വന്നതാണ്. ഒരു കോളും വന്ന് എങ്ങോട്ടോ പോയി, എന്തിനോ പോയി. അപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. കുറേ സമയം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോഴാണെങ്കിൽ ഇവിടുത്തെ പരിപാടി ഓൾമോസ്റ്റ് ഇവിടെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെക്കനൊരു കൈയും കൊടുത്ത് നമ്മളേറെ പുറത്തോട്ട് ഇറങ്ങി. ഓക്കെ, ഇന്നത്തെ വ്ലോഗത്തുള്ളൂ. ബാക്കി നാളെ കാണാം. ഓക്കെ, ബൈ.